ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പൊ എന്റെ കോസ്റ്റ്യൂം കാണുമ്പോൾ അറിയാലോ എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ആയിരിക്കും. അത് നമ്മളൊരു കേരള ഡ്രസ്സാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് 2 പീസ് സെറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഷെയ്ഡും വരുന്നുണ്ട്. അതേപോലെ നേരത്തെ ചെയ്തിട്ടുള്ളതിന്റെ റീസ്റ്റോക്കിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടിട്ട് വന്നാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ടോപ്പിന്റെ ഫാബ്രിക് വന്നിട്ട് വിചിത്ര സിൽക്കാണ് വരുന്നത്. സ്കേർട്ട് വന്നിട്ട് നല്ലൊരു ടിഷ്യൂ ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ടോപ്പ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലെ വന്നിട്ട് അതിൽ ഹെവി ആയിട്ട് ഇങ്ങനെ ഒറിജിനൽ മിറർ വർക്ക് വരുന്നുണ്ട്. അതിൽ വന്നിട്ട് ത്രെഡ് വർക്കും അതിന് ചുറ്റിലായിട്ട് ഹെവി ആയിട്ട് ഇങ്ങനെ ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഈ താഴെ വരെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് കൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എൽബോഡ് അവിടെ വരെ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫാബ്രിക് വന്നിട്ട് ടിഷ്യൂ ആണ് വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ ഷെയ്ഡ് എക്സാക്ട് ഷെയ്ഡ് എനിക്കൊരു ബേബി പിങ്ക് ആണോ ഒണിയൻ പിങ്ക് ആണോ എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. അതേപോലത്തെ നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അതേ സെയിം ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ സ്കേർട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് സെയിം തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഡോറിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഈ നമ്മുടെ ഈ സെയിം ടോപ്പിൻ്റെ അതേ ഷെയ്ഡ് കൊണ്ട് വന്നിട്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു എന്താ പറയുക, ടെമ്പിളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വന്നിട്ട് ഇനി അങ്ങോട്ട് വിഷു ഒക്കെ വരെയല്ലേ, അപ്പോഴൊക്കെ നമുക്ക് വേറെ അടിപൊളിയായിട്ടുള്ളൊരു നല്ല 2 പീസ് സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് വേറെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നത്. നല്ല ഭംഗിയില്ലേ. ഇനി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അതൊരു റീസ്റ്റോക്കിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും അതൊരു ഷെയ്ഡ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. അത് ഫുള്ള് നമുക്ക് സോൾഡ് ഔട്ട് ആയി. ഒരുപാട് കസ്റ്റമർ ഇപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അതും കൂടെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് സെയിം തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ നമ്മൾ ട്രൈ ചെയ്യുന്നതിൻ്റെ ആ ഏരിയയിലും ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലും വന്നിട്ട് ഇങ്ങനെ കസവ് കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ സ്കേർട്ട് വരുന്നത്. സ്കേർട്ട് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. വിചിത്ര സിൽക്ക് ഫാബ്രിക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് ഏരിയ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഹെവി ആയിട്ട് ഇങ്ങനെ ബീഡ്സ് വർക്കും അതിൽ സ്വീക്കൻസ് വർക്കും കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും സ്ലീവ്സ് വന്നിട്ട് എൽബോ വരെയുള്ളൂ. സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് വന്നിട്ട് സ്കേർട്ടിലുള്ള അതേ സെയിം കസവോട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന വന്നിട്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ്സ് അല്ല, സാധാ സ്ലീവാണ്. ഇതിൽ വന്നിട്ട് ജസ്റ്റ് ഒരു പഫ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇത് വേറെ ആയിട്ടുള്ള ഫോട്ടോസ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 1099 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഏറ്റവും വീഡിയോയുടെ എൻഡിലായിട്ട് കൊടുത്തേക്കാം. വേറെ ഇത് കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് M2XXL ആണ്. പ്രൈസ് 1099 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഞാനിപ്പോൾ വേറെ അയക്കുന്നതിൻ്റെ സൈസ് വന്നിട്ട് M2XXL തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് 1149 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് 4K ആവട്ടെ. അപ്പം അതിന് നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യണം. എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. നമ്മുടെ ഗിവ് അവേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇനി ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്തൊരു എലഗന്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ.